കർത്താവിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. 34 സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവ് ആരാണ്? ഹീസ് ദി ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ. അവൻ പ്രകാശിച്ചു നിൽക്കുന്ന ഉദയസൂര്യനത്രേ. ഒരാൾ സൂര്യനിലേക്ക് നോക്കുമ്പോൾ സൂര്യനിൽ നിന്നുമുള്ള പ്രകാശരശ്മികൾ നിമിത്തം നോക്കുന്ന ആളുടെ മുഖം പ്രകാശിക്കുന്നു. പ്രകാശിതരായി എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദത്തിന്റെ അർത്ഥങ്ങൾ ബ്രൈറ്റൻഡ്, തെളിയുക, ഗ്ലോറിഫൈഡ്, മഹത്വവൽകൃതമാകുക, റേഡിയന്റ്, തേജസ്സുറ്റതാകുക എന്നതൊക്കെയാണ്. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ ഈ വാക്യം ഇങ്ങനെയാണ്: Those who look to him for help will be radiant with joy. No shadow of shame will darken their faces. അവങ്കിലേക്ക് സഹായത്തിനായി നോക്കുന്നവർ സന്തോഷത്തോടെ തേജസ്സുള്ളവരാകും. ലജ്ജയുടെ ഒരു നിഴലും അവരുടെ മുഖത്തെ ഇരുട്ടാക്കുകയില്ല. നമുക്കാർക്കും തന്നെ സ്വന്തം കാലിൽ നിൽക്കുവാൻ ത്രാണിയില്ലാത്തവരാണ്. അടുത്ത നിമിഷം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നത് തിട്ടമില്ലാത്തതായ കാര്യവും. ഓരോ നിമിഷവും ഈ ഭൂപരപ്പിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് മറ്റു സഹായങ്ങൾ കൂടിയേ തീരൂ എന്നും നാം അറിയുന്നു. നമുക്ക് വേണ്ടിയുള്ള സഹായത്തിനായി നാം ഈ ലോക മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരുപക്ഷെ നാം ലജ്ജിച്ചു പോയി എന്ന് വരാം. 146 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം: നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹായം വരുന്ന ഒരു ഉറവിടമുണ്ട്. ആ ഉറവിടമത്രേ നമ്മുടെ യേശു കർത്താവ്. തിരുവചനം ഇങ്ങനെ പറയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിയുള്ളവനാകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും നമ്മുടെ കർത്താവ് സഹായിപ്പാൻ കഴിവുള്ളവനെങ്കിൽ പിന്നെ നാം എന്തിന് ഈ ഭൂമിയിലുള്ള മറ്റുള്ളവരുടെ മുഖം അന്വേഷിക്കണം? നാം നമ്മുടെ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായാൽ അവന്റെ സഹായം നമുക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നമുക്ക് സന്തോഷവും നാം തേജസ്സുറ്റവരുമായി തീരും. ഇതെത്ര സൗഭാഗ്യം നിറഞ്ഞ അനുഭവമാണ്. നമുക്ക് ആവശ്യമുള്ള സഹായങ്ങൾ മാത്രം ചെയ്തു തരുവാനാണ് യേശു കർത്താവ് ഉള്ളതെങ്കിൽ നമുക്ക് സഹായം ചെയ്തു തരുന്നതിൽ യാതൊരു മഹത്വവും ദൈവനാമത്തിനുണ്ടാകുന്നില്ല. പകരം നീതി സൂര്യനായ യേശു കർത്താവിന്റെ തേജസ് നമ്മുടെ മുഖത്ത് പ്രകാശിക്കുമ്പോൾ നമ്മെ കാണുന്ന മറ്റുള്ളവർ യേശുവിന്റെ തേജസ് നമ്മുടെ മുഖത്ത് കാണുന്നു. അങ്ങനെ നമ്മെ കാണുന്ന മറ്റുള്ളവർ പറയട്ടെ, നാം യേശു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന്. നാം ലജ്ജിച്ച് തലതാഴ്ത്തിയിരിക്കുവാനാണ് പിശാചിനിഷ്ടം. കാരണം നമ്മിൽ കൂടി ദൈവത്തിന്റെ പദ്ധതികളൊന്നും നടക്കുകയില്ല. എന്നാൽ നമുക്കിതൊരു വെല്ലുവിളിയായി എടുക്കാം. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിശോധനകളും പരീക്ഷകളും കടന്നു വരുമ്പോൾ യേശു കർത്താവെന്ന ഒരൊറ്റ വ്യക്തിയെ മാത്രം നാം നോക്കും. ലജ്ജയുടെ ഒരു നിഴലും നമ്മുടെ മുഖത്തെ ഇരുളാക്കുവാൻ നമ്മുടെ കർത്താവ് സമ്മതിക്കുകയില്ല. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.